ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. സുഭാഷിതം. ഇസ്രയേൽ ജനത്തിന് ന്യായവിധി ഉണ്ടായതിൻ്റെ കാരണം അവർ ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ച് തൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തതുകൊണ്ടാണ് എന്ന് ഹോശേയ പ്രവചനത്തിൽ ഉടനീളം പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. 8-ാം അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ കപട ആരാധനയ്ക്കും തന്നോടുള്ള വ്യാജഭക്തിക്കും യഹോവ ന്യായവിധി പ്രഖ്യാപിച്ചു. ഹോശേയ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുന്നത്, എഫ്രയീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. ബിക്കോസ് എഫ്രയീം ഹാസ് മെയ്ഡ് മെനി അൾത്താർസ് ഫോർ സിൻ, ദേ ഹാവ് ബിക്കം ഫോർ ഹിം അൾത്താർസ് ഫോർ സിന്നിങ്. വിഭജിക്കപ്പെട്ട ഇസ്രയേൽ രാജ്യത്തിൽ 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കൻ രാജ്യത്തിലെ ഏറ്റവും വലിയ ഗോത്രമായിരുന്നു എഫ്രയീം. അതിനാൽ ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന വടക്കൻ രാജ്യത്തിന്റെ പര്യായമായി എഫ്രയീം എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ജോസഫ് 2ാമത്തെ പുത്രന് എഫ്രയീം എന്ന് പേരിട്ടു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇരട്ടി ഫലഭൂയിഷ്ടമായത്. ജോസഫിന്റെ മൂത്ത മകനായ മനശ്ശെക്ക് ലഭിക്കേണ്ട ഗോത്ര പദവി മനശ്ശെയോടൊപ്പം എഫ്രയീമിനും ലഭിച്ചു. തന്നെയുമല്ല, ആദ്യജാതന് ലഭിക്കേണ്ട വലങ്കയ്യാലുള്ള അനുഗ്രഹം യാക്കോബിൽ നിന്ന് ലഭിച്ചത് എഫ്രയീമിനായിരുന്നു. അനുഗ്രഹീതരായിരുന്ന എഫ്രയീം ഗോത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെയായിരിക്കുന്നു. പാപപരിഹാരത്തിനായി ജനങ്ങൾ യാഗങ്ങൾ അർപ്പിക്കേണ്ടവരാണ്. എന്നാൽ യാഗം അർപ്പിക്കാൻ വരുന്ന അവരുടെ പ്രവൃത്തി തന്നെ പാപകാരണമായി തീർന്നിരിക്കുന്നു. അതിന്റെ കാരണം ദൈവം നൽകിയ നിയമങ്ങളോ കൽപ്പനകളോ ശ്രദ്ധിക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് അവർ യാഗം അർപ്പിക്കുന്നു, അന്യ ദൈവങ്ങളെ സേവിക്കുന്നു. നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ദൈവം തന്നിരിക്കുന്നത് ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതവർ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന പാപപരിഹാര കാര്യങ്ങൾ അവർക്ക് തന്നെ പാപമായി തീരുന്നു. ഈ ചരിത്രങ്ങൾ നമ്മോട് വിളിച്ചറിയിക്കുന്നത് എന്താണ്? നാം പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ആരാധന കഴിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നിയമവും പ്രമാണവും അനുസരിച്ചാണോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ? സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുന്നവരല്ലേ പലപ്പോഴും. യേശു കർത്താവിന്റെ അനുയായികളായ നാം യേശു പഠിപ്പിച്ച പ്രമാണങ്ങളോ കൽപ്പനകളോ അനുസരിക്കുവാൻ മിനക്കെടാറുണ്ടോ? യേശു കർത്താവ് പഠിപ്പിച്ചത്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്ക. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഇന്നത്തെ കക്ഷി വൈരാഗ്യവും സ്ഥാനമോഹങ്ങളും ദൈവത്തെ മറന്നുള്ള പ്രവൃത്തികളും ന്യായവിധിയിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് എഫ്രയീമിന്റെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, ന്യായവിധിയിലേക്ക് അകപ്പെട്ടു പോകാതെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മളിൽ വന്നുപോയ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. കരുണയുള്ള പിതാവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അവിടുന്ന് ക്ഷമിച്ച് യഥാസ്ഥാനപ്പെടുത്തി അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
അടിയും കൂടെ അടുത്തിടുന്നേ അകല